റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യഖ്റുജു സ്വാഇമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമത്തി. അന്ത്യനാളിൽ നോമ്പുകാരായ ആളുകൾ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രൂപം യുറഫുന ബിഅറഫി സിയാമിഹിം, അവരുടെ വായിൻ്റെ ദുർഗന്ധം കാരണം അവരെ അറിയപ്പെടും. യഖ്റുജു മിൻ അത്യബതി റീഹിൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് നോമ്പുകാർ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ വായിൽ നിന്ന് അടിച്ചു വീശുന്ന വാസന. അങ്ങനെ അവരെ പ്രത്യേകമായി അറിയപ്പെടും. അങ്ങനെ അവർ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഇർഗലിയിലേക്കുൽ മവാഇദ്, അവരുടെ മുന്നിലേക്ക് സുപ്രകൾ നിരത്തി വയ്ക്കപ്പെടും. ഭക്ഷണം നിറച്ച സുപ്രകൾ, വലബാരിയും പാനീയങ്ങൾ നിറച്ച കിണ്ടികളും അവരുടെ മുന്നിൽ വയ്ക്കപ്പെടും. മഖ്തൂമത്തൻ ബിൽ മിസ്കി, ഈ ഭക്ഷണ തളികകളും പാനീയങ്ങൾ വെച്ച് നിറച്ച പാത്രങ്ങളൊക്കെ കസ്തൂരി കൊണ്ട് സീല് വെക്കപ്പെട്ടതായിരിക്കും. ആരും പൊട്ടിക്കാത്ത, ആരും കുടിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ. എന്നിട്ട് യുഖാലുലഹും, മലക്കുകൾ അവരോട് പറയും, കുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കും. ഫഖദ് ജിഅ്തും, കാരണം നിങ്ങൾ എല്ലാവരും വയറു നിറച്ച് ഭക്ഷണം കഴിച്ച സമയത്ത് നിങ്ങൾ വിശന്ന് കഴിഞ്ഞവരാണ് നോമ്പുകാലത്ത്. വസ്റബു, നിങ്ങൾ കുടിക്കുക, കാരണം എല്ലാവരും ദാഹിച്ച സമയത്ത് നിങ്ങൾ ദാഹിച്ചവരാണ്. നിങ്ങൾ നന്നായി വിശ്രമിക്കുക, കാരണം എല്ലാവരും നന്നായി വിശ്രമിച്ച സമയത്ത് നിങ്ങൾ ത്യാഗം സഹിച്ച് നോമ്പനുഷ്ഠിച്ചവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സൗഭാഗ്യമെന്ന് അവരോട് പറയപ്പെടുക. അങ്ങനെ അവര് മുന്നിൽ വിരിച്ച സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കും, നന്നായി വെള്ളം കുടിക്കും, അവർ വിശ്രമിക്കും. ഈ സമയത്ത് ജനങ്ങളെല്ലാം അന്നാസും മുസ്തഖിലൂന ബിൽ ഹിസാബി, മറ്റു ആളുകൾ നോമ്പ് കുടിക്കാത്തവരൊക്കെ അവരുടെ ഹിസാബിന് വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. അവരുടെ ഹിസാബ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നോമ്പുകാര് സുഖമായി ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അവര് വിശ്രമിക്കുന്നു. ഇത് നോമ്പുകാർക്ക് അല്ലാഹു തആല അന്ത്യനാളിൽ കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ്. കാരണം ഇത്ര ത്യാഗവും ഈ വിഷമവും പ്രയാസവും ഒക്കെ നമ്മൾ സഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയൊരു അമലുമല്ല നോമ്പ് എന്നുള്ളത്. അള്ളാഹുവും അവൻ്റെ അടിമയുമായിട്ടുള്ള വളരെ രഹസ്യമായ ഒരു വിവാദത്താണ്. അതുകൊണ്ട് നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ നോമ്പിനെ നമ്മൾ നന്മയുള്ളതാക്കി തീർക്കുക. കേവലം ഒരു പട്ടിണി മാത്രമല്ല, നമ്മുടെ ശാരീരിക അവയവങ്ങളെ നമ്മൾ സൂക്ഷിക്കുക. നോമ്പിൻ്റെ പരിപൂർണത നമ്മൾ ഉറപ്പുവരുത്തുക. നാവ് കൊണ്ട് നല്ലത് സംസാരിക്കുക, ചെവി കൊണ്ട് നല്ലത് മാത്രം കേൾക്കുക, കൈകൊണ്ട് നല്ലത് മാത്രം പിടിക്കുക. അങ്ങനെ നോമ്പുകാലം അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരു സമയമായി തീരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള പരിപൂർണമായ നോമ്പുകാരായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.